അധ്യക്ഷൻ എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള SMC ചെയർമാൻ ശ്രീ ജിജു US സ്വാഗതം ആശംസിച്ച നമ്മുടെ ഈ സ്കൂളിന്റെ ബഹുമാനിയായിട്ടുള്ള HM ശ്രീമതി സുനിത ബീഗം അവർകൾ എന്നെ കുറിച്ച് നിവൃത്തിയൊക്കെ പറഞ്ഞു കേട്ടോ ടീച്ചർ, അത്രയൊന്നുമില്ല. ഓക്കെ. ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട ഉറ്റൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനും ഞാനിപ്പോഴും ആത്മബന്ധം പുലർത്തുന്ന ശ്രീ ജയപ്രകാശ് സാർ, അതുപോലെ തന്നെ ഇവിടെ യാത്രയയപ്പും അനുമോദനവും ഏറ്റുവാങ്ങുന്ന ശ്രീ സജി പി സാർ, ബഹുമാനപ്പെട്ട AEO ആറ്റിങ്ങൽ, ശ്രീ ദിനേശ് കെ, ബഹുമാനപ്പെട്ട സീനിയർ സൂപ്രണ്ട് ആറ്റിങ്ങൽ, ആശംസകൾ അറിയിക്കുന്ന ബഹുമാനപ്പെട്ട വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഓലിച്ച അവർകൾ, ആശംസ അറിയിക്കുന്ന ബഹുമാനപ്പെട്ട MRA പ്രസിഡന്റ്, ഒപ്പം തന്നെ നവോദയ ഗ്രന്ഥശാലയുടെ പ്രസിഡന്റ്, ഞാൻ സ്നേഹപൂർവ്വം രാജലാൽ എന്ന് വിളിക്കുന്ന ശ്രീ രാജലാൽ സാർ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ബഹുമാനിതരായിട്ടുള്ള രക്ഷിതാക്കളെ, എന്റെ സ്വന്തം സ്ഥലക്കാരെ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, എന്റെ മുന്നിലിരിക്കുന്ന അമ്മമാരുടെ മടിയിലിരിക്കുന്ന, അപ്പുറത്ത് മാറിയിരിക്കുന്ന, അവരെ ഒരു വിഷമമുള്ളത് അവരെ കാണാൻ പറ്റുന്നില്ല. എന്തായാലും അമ്മമാരുടെ മടിയിലിരുന്നു കൊണ്ട് നിങ്ങളുടെ നിഷ്കളങ്കമായ ഈ മുഖങ്ങൾ കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെയും ഈ സദസ്സിനെയും സന്തോഷിപ്പിക്കുന്ന കൊച്ചു കുരുന്നുകളെ, എല്ലാവരും ഉറക്കത്തിലാണെന്ന് തോന്നുന്നു. കുഞ്ഞുങ്ങളോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ വന്നത്. ഇത്തരം പരിപാടികൾ പങ്കെടുക്കുന്നത്, കുട്ടികളുടെ പരിപാടികൾ പങ്കെടുക്കുന്നത് വലിയ സന്തോഷമാണ്. ഈ സമാപന സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് വളരെ മനോഹരമായ ഒരു സംഘനൃത്തം നമ്മൾ കണ്ടു, അല്ലെ? സബ് ജില്ലയിൽ ഫസ്റ്റ് വാങ്ങിയ കുട്ടികൾ, അവർക്ക് വലിയൊരു കയ്യടി കൊടുക്കാം നമുക്ക് ആദ്യം. കാര്യം ഈ വാർഷിക ആഘോഷത്തിന്റെ പേര് തന്നെ തില്ലാന എന്നാണ്. സംഗീതവും നൃത്തവുമായി ബന്ധപ്പെട്ട ആ പേരിനെ അന്വർത്ഥമാക്കുന്ന ഒരു പെർഫോമൻസ് ആണ് ആ കുഞ്ഞുങ്ങളുടെ കാഴ്ചവെച്ചത്. നൃത്തവും സംഗീതവും നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതാണ്. വിവിധ കളികളിലാണ് കുഞ്ഞുങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നൃത്തവും സംഗീതവും നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നു, ആഹ്ലാദിപ്പിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് നടന്ന നൃത്തത്തിന്റെയും സംഗീതത്തിന്റെയും തമാശ പരിപാടികളുടെയൊക്കെ ആടിത്തുമിടുത്ത അരങ്ങൊഴിഞ്ഞ വേദിയിലാണ് നമ്മൾ ഉള്ളത്. അപ്പൊ കുഞ്ഞുങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, മക്കളെ, നിങ്ങളെല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പിയാണോ? ആ സൗണ്ട് വരട്ടെ. കാര്യം എല്ലാവരും ഉറക്കത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ 1ാം ക്ലാസ്സും 3ാം ക്ലാസ്സുമാണ് ഈ പരിപാടിക്ക് ഉണ്ടായിരുന്നത്, അല്ലേ ടീച്ചറെ? പങ്കെടുത്ത കുഞ്ഞുങ്ങളൊന്ന് കൈപൊക്കിയേ. വെരി ഗുഡ്. പങ്കെടുത്ത കുഞ്ഞുങ്ങൾക്ക് പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമ്മാനം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പങ്കെടുത്ത എല്ലാവർക്കും വീണ്ടും ഒരു കൈയടി പോരട്ടെ. കൈയടിക്ക് ശക്തി പോരാ, പേരൻസിന് കൈയടിക്കാം കേട്ടോ. ഓക്കെ, ഗുഡ്. അപ്പൊ കുഞ്ഞുങ്ങളോടും പേരൻസിനോടും എനിക്ക് പറയാനുള്ളത്, പങ്കെടുക്കാത്ത കുട്ടികളെ കൊണ്ട് അടുത്ത അവസരങ്ങളിൽ പങ്കെടുപ്പിക്കണം. നേരത്തെ ഇവിടെ AP സാർ തന്നെ പറഞ്ഞതുപോലെ പഴയ പൊതുവിദ്യാലയങ്ങളുടെ അവസ്ഥയില്ല എന്നുള്ളത് ഭയങ്കര കോമ്പറ്റീഷനാണ്. കുഞ്ഞുങ്ങളോടൊപ്പം നിൽക്കാൻ, അവരെ പ്രോത്സാഹിപ്പിക്കാൻ സ്കൂൾ മുഴുവൻ അവരോടൊപ്പം ഉണ്ട്. സ്കൂളുണ്ട്, സ്കൂളിലെ PTA ഉണ്ട്, വിദ്യാഭ്യാസ വകുപ്പുണ്ട്. അവസരം ഉപയോഗപ്പെടുത്തിയാൽ മാത്രം മതിയാവും. അവസരം ഉപയോഗപ്പെടുത്തിയാൽ മാത്രം മതി. നമ്മുടെ ഈ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നേരത്തെ ഇവിടെ പറഞ്ഞു, ഞാൻ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. ഈ സ്കൂളുമായിട്ട് വലിയ ആത്മബന്ധം എനിക്കുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്നപ്പോൾ നോക്കി, ഞാൻ അതിലെയാണ് സ്കൂളിൽ പോയിരുന്നത്, ആ പുരടത്തിലൂടെ. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഞാൻ ഇവിടെ കാണുന്നത്. ഞാനിവിടെ പഠിച്ച ആളാണ്. എന്റെ അനുജനിവിടെ പഠിച്ചു, എന്റെ അച്ഛനിവിടെ പഠിച്ചു, അപ്പച്ചിയുടെ പഠിച്ചു, എന്റെ മക്കളിവിടെ പഠിച്ചു. എന്റെ വീട്ടിൽ 3 തലമുറകളുടെ സഹോദരങ്ങളാണ് ഇവിടെ പഠിച്ചത്. ഞാനിവിടെ പഠിച്ചിറങ്ങിയതിനു ശേഷവും കുറച്ചൊക്കെ വലുതായി 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ ശേഷം ഇവിടെ വരുമായിരുന്നു. എന്തെന്ന് വെച്ചാൽ, ഇതുപോലുള്ള വാർഷികാഘോഷങ്ങൾ, കലോത്സവങ്ങൾ നടക്കുമ്പോൾ എന്റെ അയൽപക്കത്തുള്ള കുട്ടികളെയും
എന്റെ സ്വന്തക്കാരായിട്ടുള്ള കുട്ടികളെയൊക്കെ ഒരുക്കാനും അവർക്ക് കോസ്റ്റ്യൂം കൊടുക്കാനും പരിപാടികൾ പങ്കെടുപ്പിക്കാനും ഒക്കെ അവിടെ വരും. പിന്നീട് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രിയൊക്കെ ആവുന്ന സമയത്ത് എല്ലാ വർഷവും മെയ് ജൂൺ മാസങ്ങളിൽ, ജൂൺ ഫസ്റ്റ് സെക്കൻഡ് വീക്കുകളിലൂടെ വരും. എന്താണെന്ന് വെച്ചാൽ ഇവിടെ അഡ്മിഷൻ എടുക്കാൻ വന്ന കുട്ടികൾ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാൻ, ചുമ്മയല്ല ചെറിയ പൈസയൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ എല്ലാ വർഷവും ചെറിയ വരുമാനമൊക്കെ എനിക്ക് കിട്ടിയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ PG കഴിഞ്ഞ് സ്ഥാപനം തുടങ്ങിയപ്പോൾ 20 വർഷം ഷേക്സ്പിയർ അക്കാദമി എന്ന് പറയുന്ന സ്ഥാപനം നടത്തി. അപ്പോഴും കുഞ്ഞുങ്ങളെ അഡ്രസ് എടുക്കാനും കുഞ്ഞുങ്ങളെ ഫോൺ ചെയ്യാനും നേരത്തെ സാറ് പറഞ്ഞ എല്ലാ കുഞ്ഞുങ്ങളെയും ഞെക്കാടത്തേക്ക് ക്ഷണിക്കാനാണ്, ഞെക്കാട് സ്കൂളിലേക്ക് ക്ഷണിക്കാനാണ് ഞാൻ വരുന്നത്. പിന്നീട് എന്റെ മക്കളോടെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ വരുമായിരുന്നു. അപ്പോഴവിടെ എനിക്ക് തീർച്ചയായിട്ടും അറിയാം, നേരത്തെ ടീച്ചേഴ്സിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു, വളരെ ആത്മാർപ്പണമുള്ള ടീച്ചേഴ്സാണ് ഇവിടെ ഉള്ളത്. അതായത് കുഞ്ഞുങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് അവരാണ്. തുണിക്കടയിൽ പോയി തുണിയെടുക്കുന്നു, കോസ്റ്റ്യൂം എടുക്കുന്നു, തയ്യക്കടയിൽ കൊണ്ടുപോകുന്നു, തയ്പ്പിക്കാൻ അളവെടുക്കുന്നു. ടീച്ചറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. മോനൊക്കെ ഇവിടെ പഠിച്ചപ്പോഴത്തേക്ക് ആ ഡ്രസ്സ് ഇപ്പോഴും വീട്ടിലിരിപ്പുണ്ട് കേട്ടോ, മക്കളുടെ പരിപാടിക്ക് വേണ്ടി. അതേപോലെ ഷൈന ടീച്ചർ മക്കൾ എപ്പോഴും പറയും, ഇന്നിപ്പോ വരണമെന്ന് പറഞ്ഞ് ട്യൂഷനുള്ളതുകൊണ്ടാണ് പോയത്, ടീച്ചേഴ്സിനെ തിരക്കിയെന്ന് പറയണം. ടീച്ചർ, അങ്ങനെ എല്ലാ ടീച്ചേഴ്സും കുറച്ചു പേര് ഇവിടെ നിന്ന് മാറിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ അധ്യാപക കലോത്സവത്തിൽ സ്റ്റേറ്റ് ലെവലിൽ വരെ പങ്കെടുത്ത അധ്യാപകരുടെ ഉണ്ട്. കലാപരമായും കഴിവുള്ള അധ്യാപകരാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളും അങ്ങേയറ്റം വിജയിപ്പിക്കാൻ വേണ്ടി അത്യുത്സാഹം ചെയ്യുന്ന ടീച്ചേഴ്സാണ് ഉള്ളത്. ഒപ്പം നിൽക്കുന്ന PTA ആണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ജനപ്രതിനിധികൾ ഒപ്പം നിൽക്കും, സ്കൂളിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ഒപ്പം ഞാനൊരു കാര്യം കൂടെ ചോദിച്ചു, ആ കുഞ്ഞുങ്ങൾ അപ്പുറത്തിരിക്കുന്ന കണ്ടപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇവിടെ വരുന്ന സമയത്ത് വലിയ ഹോളായിരുന്നു, പഴയ കെട്ടിടമായിരുന്നു. അല്ല, ഇപ്പൊ നമുക്ക് ആ സൗകര്യമില്ല, പക്ഷെ സ്ഥലവുമില്ല ഒരു ഓഡിറ്റോറിയം റെഡിയാക്കാനായിട്ട്. ആ ഒരു വിഷമം കൂടിയാണ് പങ്കുവയ്ക്കുന്നത്. മക്കളിവിടെ പഠിക്കുന്ന സമയത്ത് ഞാനിവിടെ വരുമ്പോൾ ആ പഴയ കെട്ടിടത്തിന്റെ തൂണിലൊക്കെ സ്പർശിച്ചു